ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ യൂട്യൂബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാമെന്നുള്ള ഒരു കാര്യങ്ങൾ ഇപ്പം ഈ 2-3 ദിവസങ്ങൾ കൊണ്ട് കുറേ പേർക്ക് പണി കിട്ടിയ ഒരു സംഭവമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം യൂട്യൂബിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ യൂട്യൂബിൽ വിജയിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധ്യമാണ്. നമ്മളെപ്പോലെ സാധാരണ ഓരോ വീട്ടമ്മമാർക്കും അതിൽ നിന്നും നല്ലൊരു ഏണിങ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൃത്യമായ രീതിയിൽ, അതായത് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുകയാണ് എങ്കിൽ ആഴ്ചയിൽ കുറഞ്ഞതൊരു 3 വീഡിയോസ് എങ്കിലും നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതിനും എല്ലാം നമ്മൾ ചെയ്യുന്നതിനും കൃത്യമായ ഒരു സമയം വേണം. ഇപ്പം നമ്മൾ ഷോർട്സൊക്കെ ദിവസവും ഇടാം കേട്ടോ. 1-2 ഷോർട്സൊക്കെ നമുക്ക് ദിവസവും ഇടാം. അതുപോലെ തന്നെ വീഡിയോസ് ഇടുന്നതിലും എല്ലാം ഒരു കൃത്യ സമയം വേണം. നമുക്ക് ഷോർട്സും വീഡിയോസൊക്കെ ഇടുന്നതിൽ സമയം വേണം. ഇപ്പം നമ്മൾ പറയും പോലെ യൂട്യൂബ് നമ്മൾ ഇന്ന് ഒരു 8 മണിക്ക് അല്ലെങ്കിൽ ഒരു 7 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നാളെ അതേ സമയത്ത് നമ്മൾ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നാളെ നമുക്ക് ഇടാൻ പറ്റുകയില്ലെങ്കിൽ അടുത്ത ദിവസം എന്നാണോ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതേ സമയത്ത് നമ്മൾ ചെയ്ത് നോക്കുക. അങ്ങനെ ഒരു മാസം നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോസിന് വരുന്ന മാറ്റം നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് നമ്മുടെ വീഡിയോസിനൊക്കെ നല്ല റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷോർട്സൊക്കെ നല്ല കൃത്യമായ സമയത്ത് എല്ലാവരും ഷോർട്സിനൊക്കെ പ്രത്യേക സമയങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഒരു ദിവസം ഇടുമ്പോൾ തന്നെ നമ്മുടെ ഷോർട്സിൻ്റെ വ്യൂസ് അറിയാൻ പറ്റും. എത്രത്തോളം അതിന് വ്യൂ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ സമയം അനുസരിച്ച് നമുക്ക് വീണ്ടും അടുത്ത ദിവസം ഷോർട്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പം കൃത്യമായ സമയമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഓരോന്നിനും എത്ര ഷോർട്സിന് ഇത്ര സമയമുണ്ട്, അതുപോലെ തന്നെ വീഡിയോസ് ഇടുന്നതിന് ഇത്ര സമയമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. 1-2 വീഡിയോ ഇട്ടിട്ട് നമ്മളെ വീഡിയോ ചാനൽ റീച്ച് ആവുന്നില്ല എന്ന് നമ്മൾ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ മെനക്കെടുക തന്നെ വേണം. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും വിജയിക്കാം. അതിൽ നിന്ന് നല്ല ഏണിങ്സ് ഉണ്ടാക്കുകയും എല്ലാവർക്കും ചെയ്യാനും കഴിയും. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടുക, അതുപോലെ തന്നെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. എല്ലാത്തിനും കൃത്യസമയം വേണം. അപ്പോൾ നമ്മൾ ഇന്ന് 7 മണിക്ക് ചെയ്തിട്ട് നാളെ ഒരു 7 മണിക്കല്ല, നമ്മളൊരു 10 മണിക്കാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ കുറച്ച് മാറ്റം വരും. നമ്മുടെ വീഡിയോസ് ഓടാൻ കുറച്ച് മാറ്റം വരും. ചിലപ്പോൾ നാളെ ഒരു ദിവസത്തേക്ക് അത് ഓക്കെ ആവാം. അടുത്ത ദിവസം വീണ്ടും ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ചാനലിന് തന്നെ അത് ബാധിക്കാം. പിന്നെ പറയുന്നത് നമ്മുടെ ഷോർട്സും വീഡിയോസും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഇട്ടിട്ടും വാച്ച് അവർ കംപ്ലീറ്റ് ആകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെ ചെയ്ത് നമുക്ക് സബും കൂടും, വാച്ച് അവറും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ലൈവ് സ്ട്രീം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ വീഡിയോസ് ഇടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോസ് ഇട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് പിന്നീട് നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ പിന്നീട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസ് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ലൈവ് സ്ട്രീം ചെയ്യുന്നപ്പം അതിനൊപ്പം തന്നെ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്ത് നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത്, ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ 3 ദിവസം തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അല്ല ആഴ്ചയിൽ 1 ദിവസം വീഡിയോ ചെയ്യുന്നവരുണ്ട്, അതങ്ങനെ ചെയ്യുക. അല്ലാതെ നമ്മൾ ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റാറുണ്ട്, ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ വാച്ച് അവർ കംപ്ലീറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ വീഡിയോസ് ഇടാൻ നമ്മൾ ലേറ്റാവും. ഓരോ ആഴ്ചയിൽ ഒന്നിട്ടുകൊണ്ടിരുന്ന ഒരു 2 ആഴ്ചയിൽ ഒരിക്കലാവും, മാസത്തിൽ ഒരിക്കലാവും. പിന്നെ അങ്ങനെയായി അതിന് താമസം വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചാനലിൽ പിന്നീട് നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് റീച്ച് ഉണ്ടാവില്ല. അത് സത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ 2-3 ദിവസത്തിനിടയിൽ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന്. അതായത് എന്താ പറയുക, യൂട്യൂബിൽ നിന്നും അവൾക്ക് അതുവരെ വന്നിരുന്ന മോണിറ്റൈസേഷനൊക്കെ കട്ടായി. അപ്പോൾ അത് എന്താണ് കാരണമെന്ന് അറിയില്ലാതെ ഇങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷേ നമുക്ക് സത്യം പറഞ്ഞാൽ അത് നോക്കുമ്പോൾ മനസ്സിലാവും. അതിൽ വന്ന മെസ്സേജ് റീയൂസ്ഡ് കണ്ടൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. റീയൂസ്ഡ് കണ്ടൻ്റ് ആയത് പക്ഷേ മോണിയായ ചാനലായിരുന്നു. റീയൂസ്ഡ് കണ്ടൻ്റ് എന്ന പേരിൽ അത് ചാനലിൽ നിന്ന് ഇപ്പോൾ ഒരു അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് 14 ദിവസത്തെ ഒരു സമയമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരി ആ ഒരു ടെൻഷനിലാണ്.
പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ ചെയ്ത് അത് അൺലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലിങ്ക് എടുത്ത് നമുക്ക് ആ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ് നമുക്ക് അപ്പീൽ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്കതങ്ങ് പോസ്റ്റ് ചെയ്ത് അപ്പീൽ ചെയ്യാവുന്നതാണ്. അപ്പം അതിൽ വലിയ റിസ്ക് ഉള്ളതല്ലെന്ന് തോന്നുന്നു, അത് അവർ നോക്കും. മാക്സിമം നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു കണ്ടൻറ്റ് നമ്മൾ ചെയ്യുക. ഇപ്പം മോട്ടിവേഷൻ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് പേരുടെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്, ഒരുപാട് പേരുടെ മോട്ടിവേഷൻ നമ്മൾ കേൾക്കാറുണ്ട്, അതുപോലെ തന്നെ വീഡിയോസ് കാണാറുണ്ട്, ഷോർട്സുകൾ കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് അനുയോജ്യം എന്ന് തോന്നുന്നത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടേതായ രീതിയിൽ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് അല്ലാതെ ഒരാളുടെ അതേപടി എടുത്ത് നമ്മൾ കോപ്പി അടിച്ച് അങ്ങനെയൊന്നും ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഡൗൺ ആവുകയും അല്ലെങ്കിൽ നമുക്ക് വീഡിയോസിന് റീച്ച് ഉണ്ടാവില്ല. നമ്മുടേതായ കണ്ടൻറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്തെല്ലാം നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ പറ്റും. നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് മോട്ടിവേഷൻ ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് നമ്മുടേതായ രീതിയിലുള്ള പാചകങ്ങൾ നമുക്ക് ഇപ്പം എല്ലാവർക്കും പാചകങ്ങൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ എല്ലാവർക്കും അവരുടേതായ രീതി അത് മതി. നമുക്ക് എന്താണോ അറിയുന്നുള്ളത് അത് നല്ല രീതിയിലൊന്ന് പ്രസൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. നല്ലൊരു ഏണിങ്സ് നമുക്ക് മാസം ഉണ്ടാക്കാൻ പറ്റും. അത് കൃത്യമായ രീതിയിൽ നമ്മൾ ഷോർട്സും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് നമ്മുടേതായ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിൽ വിജയിക്കാൻ പറ്റും. അത് സത്യമായ ഒരു കാര്യമാണ്. അപ്പം എല്ലാ വീട്ടമ്മമാർക്കും, അത് എന്നെ പോലുള്ള എല്ലാ വീട്ടമ്മമാർക്കും ഇതൊക്കെ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ചൊന്ന് മെനക്കെടുക, നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ചൊന്ന് പ്രയത്നിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സമയം കുറച്ചൊന്ന് ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുക. അപ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീച്ച് ആവാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെയും ചാനലൊക്കെ നല്ല രീതിയിൽ റീച്ച് ആവട്ടെ. ഇനി ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ ഉള്ള ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എല്ലാവരും നല്ല രീതിയിലൊക്കെ ചാനൽ തുടങ്ങുക, നല്ല വീഡിയോസും ഷോർട്സും കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിടുക. അപ്പം എല്ലാവർക്കും റീച്ചൊക്കെ ഉണ്ടാവും. നല്ലൊരു ഏണിങ്സ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ യൂട്യൂബിനെ കുറിച്ചും മോട്ടിവേഷനും വ്ളോഗുകളും എല്ലാം വരും ദിവസങ്ങളിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. എൻ്റെത് ഒരു മോട്ടിവേഷൻ ചാനലോ അല്ലെങ്കിൽ ഒരു വ്ളോഗ് ചാനലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ എല്ലാ ഐറ്റവും ഇതിൽ ചെയ്യും. പാചകം ചെയ്യാറുണ്ട്, വ്ളോഗ് ചെയ്യാറുണ്ട്, പിന്നെ ട്രഡീഷണൽ ലൈഫ് ചെയ്യാറുണ്ട്, മോട്ടിവേഷൻ ചെയ്യാറുണ്ട്, എല്ലാം കൂടെ മിക്സ് ആക്കിയ ഒരു ചാനലാണ് എൻ്റെത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായും നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു. ബൈ ബൈ.